Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവർ കൗവായി കായൽ കടക്കാൻ ഒരു പാലത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെ കാലം. ഇപ്പോൾ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കടവിൽ നിന്ന് രാമന്തളി 2 തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 5 വർഷമായി കാത്തിരിക്കുകയാണിവർ. ഫീസ് മാതമംഗലം ഏർപ്പെടുത്തിയ 9ാമത് കേസരി നായനാർ പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്ക്. സിനിമാ സംവിധായകൻ കമൽ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മസ്തിഷ്ക സംബന്ധിയായ അസുഖം ബാധിച്ചു ചികിത്സയിലുള്ള 10 വയസ്സുകാരനെ സഹായിക്കാൻ വാഴകൃഷിയുടെ വിളവെടുത്ത് മാതമംഗലം കൂട്ടായ്മ. മാതമംഗലം പെരിന്തട്ടയിലെ അയാൻ രഘുവിന്റെ ചികിത്സയ്ക്കായാണ് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒത്തുചേർന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവർ കൗവായി കായൽ കടക്കാൻ ഒരു പാലത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. ഒടുവിൽ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കടവിൽ നിന്ന് രാമന്തളി 2 തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 5 വർഷമായി കാത്തിരിക്കുകയാണിവർ. തോണിയും എപ്പോഴെങ്കിലും എത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ സർവീസ് ബോട്ടും മാത്രമാണ് ആഴമേറിയ കൗവായി കായൽ കടക്കാൻ ഇവർക്കുള്ളത്. ആദ്യകാലത്ത് ഏഴിമലയുടെ താഴ്വാരം വഴി രാമന്തളി ഭാഗത്തേക്ക് എത്താമായിരുന്നുവെങ്കിലും നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഈ വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു. ഇതോടെ തെക്കനതിരിലുള്ള കുടുംബങ്ങൾ ആശുപത്രി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റുമായി മറുകരയിലെത്താൻ പാടുപെടുകയാണ്. മത്സ്യവിപണനത്തിനും യാത്രാമാർഗമില്ലാത്തത് ഇവരെ ദുരിതത്തിലാക്കുന്നുണ്ട്. 1997 പാണ്ഡ്യാലക്കടവിൽ നിന്നും 2 തെങ്ങ് കടവിലേക്ക് എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടെ നടപ്പാലം പണി ആരംഭിച്ചിരുന്നു. ഇത് തുടങ്ങിയിടത്ത് തന്നെ നിലച്ചു. ഇപ്പോഴും നടപ്പാലത്തിന് തുടക്കമിട്ട തൂണുകൾ കായലിൽ കാണാം. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കേ അറ്റമായ ഈ കടവ് പാണ്ഡ്യാലക്കടവ് എന്ന പേരിൽ ഇവിടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, അതുപോലെ വയസ്സുള്ള ആൾക്കാർ, മറ്റ് ജനങ്ങൾ അക്കരെ കിടക്കണമെങ്കിൽ കുറേ സമയം വലിയപറമ്പ് വഴി പോയിട്ടാണ് പയ്യന്നൂരെത്തുന്നത്. അപ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ പോകേണ്ടത്. ഈ പാലം യഥാർത്ഥമായാൽ നമുക്ക് എല്ലാവർക്കും, ജനങ്ങൾക്കും കുട്ടികൾക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കടവിലെ പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2019 തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങളും ഉണ്ടായതോടെ തീരദേശ ജനത ആവേശപൂർവ്വം പാലം നിർമ്മാണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തീരദേശ പാതയുടെ ഭാഗമായി കിഫ്ബിയിൽ 55.45 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ട്. 400 മീറ്ററോളം നീളത്തിലും 11.70 മീറ്റർ വീതിയിലുമുള്ള റോഡ് പാലത്തിൽ നടപ്പാത, സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യമാണ് വിഭാവനം ചെയ്യുന്നത്. എന്നാൽ പ്രാഥമിക ഘട്ടം പോലും നടക്കാത്ത സാഹചര്യത്തിൽ അനാസ്ഥ വെടിഞ്ഞ് അധികൃതർ എത്രയും പെട്ടെന്ന് പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് പാണ്ഡ്യാലക്കടവ് പ്രദേശത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. തീരദേശ റോഡിന്റെ ഭാഗമായിട്ട് ഈ പാണ്ഡ്യാലക്കടവിന് ഗവൺമെന്റ് അനുവദിച്ച പാലം എത്രയും പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിനെ ടൂറിസമായിട്ടും അതേപോലെ തന്നെ ഈ ഭാഗത്തില്ലേ ഇപ്പോൾ കുട്ടികളായാലും അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾ, ആശുപത്രി, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അതേപോലെ പയ്യന്നൂർ എത്തണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്.
ആ റോഡിപ്പം വലിയറമ്പിന്ന് തെക്കോട്ടാണ്, ഇപ്പോൾ ഏഴുമല റോഡാണ് നിർമ്മിച്ചത്. ആ റോഡിൽ നിന്ന് ഇപ്പം പയ്യന്നൂരേക്ക് ബന്ധപ്പെടണമെങ്കിൽ ഒരു 20-25 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ഈ ടൗണിലേക്ക് എത്താൻ പറ്റൂ. അത് സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഓട്ടോക്കോ അങ്ങനെയുള്ള കൂടുതൽ ഒരു 500 രൂപയോളം ഒരു ദിവസം ചിലവാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. റോഡ് പാലം വന്നാൽ വലിയ പറമ്പിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാക്കാൻ കാരണമാകും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ 9ാമത് കേസരി നയനാർ പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്ക് നൽകി. സിനിമാ സംവിധായകൻ കമൽ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനും അന്വേഷണാത്മക പത്രപ്രവർത്തകനുമായിരുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ പേരിലുള്ള പുരസ്കാരം നാടക ചലച്ചിത്ര നടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിച്ചു. സിനിമാ സംവിധായകൻ കമൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. ഞാൻ അറിഞ്ഞത് അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്ത് എന്നുള്ള രീതിയിലാണ്. നമ്മളൊക്കെ ഒരുപാട് ചെറുകഥകൾ വായിക്കുന്നു. ഈ കണ്ണൂരിൽ തന്നെ ചെറുകഥകളുടെ കുലപതിയായ പപ്പേട്ടനുണ്ട്, കലാപനുണ്ട്. 2 ദിവസം മുമ്പ് നമ്മളെ വേർതിരിഞ്ഞു പോയ MP ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചെറുകഥയുടെ കുലപതികളായി കാലത്ത് മാറുകയാണ്. സി സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി ബഷീർ ചുങ്കത്തറ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. നാടക നടനും സംവിധായകനുമായ ബാലൻ കെ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, P ദാമോദരൻ, T തമ്പാൻ, K പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ആയിഷ മറുപടി പ്രസംഗം നടത്തി. KV ഗോവിന്ദൻ, K പത്മനാഭൻ, ഡോക്ടർ ജിനേഷ് കുമാർ രമം, വേങ്ങയിൽ ഇന്ദിര എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നാടക ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മസ്തിഷ്ക സംബന്ധിയായ അസുഖം ബാധിച്ച് ചികിത്സയിലുള്ള 10 വയസ്സുകാരനെ സഹായിക്കാൻ വാഴകൃഷിയുടെ വിളവെടുത്ത് മാതമംഗലം കൂട്ടായ്മ. മാതമംഗലം പെരിന്തട്ടയിലെ രഘു ശ്രീജ ദമ്പതികളുടെ മകനായ അയാൻ രഘുവിന്റെ ചികിത്സയ്ക്കായാണ് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒത്തുചേർന്നത്. മസ്തിഷ്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെരിന്തട്ടയിലെ രഘു ശ്രീജ ദമ്പതികളുടെ 10 വയസ്സുള്ള മകൻ അയാൻ രഘുവിന്റെ ചികിത്സാനിധിയിലേക്ക് തങ്ങളാലാകുന്ന സംഭാവന നൽകാനാണ് മാതമംഗലം കൂട്ടായ്മ പ്രവർത്തകർ ഇക്കുറി നേന്ത്രവാഴ കൃഷി വിളവെടുത്തത്. വാഴക്കുല ലേലം വഴി സ്വരൂപിച്ച ധനസഹായവും ഉദാരമതികളുടെ സംഭാവനയും ചേർത്തുള്ള തുക മാതമംഗലം കൂട്ടായ്മയ്ക്കു വേണ്ടി മഹേഷ് ചന്തപുര കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും പെരിങ്ങോംവേക്കര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ P പ്രകാശൻ തുക ഏറ്റുവാങ്ങി. മാതമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം ഹാരിസ്, കുന്നമ്മൽ രാജൻ, അനീഷ് P, ശ്രീജേഷ് MV, KK സെയ്താലി, ജിനേഷ് TV, ജെയിംസ് ഇടപ്പള്ളിൽ, KV മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പാഴ്വസ്തു ശേഖരണ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്ക്രാപ്സ് മർച്ചന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് മിഥിലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. പാഴ്വസ്തു ശേഖരണ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈസൻസ് പുതുക്കുന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് നിർബന്ധമാക്കുന്നത് നിർത്തലാക്കണമെന്നും വിജനമായ സ്ഥലത്ത് മാത്രമേ സ്ക്രാപ്പ് വ്യാപാരങ്ങൾ ആരംഭിക്കാവൂ എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് മനോജ് കല്ലൂരാവി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിസാർ തലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഡിജിറ്റൽ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി VV കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അസോസിയേഷൻ ജില്ലാ ട്രഷറർ V തങ്കമുത്തു അനുമോദിച്ചു. KP കുര്യൻ, P മനുപ്രകാശ്, വേലുസ്വാമി, ഹാരിസ് ചട്ടഞ്ചാൽ, N മാരിമുത്തു, ജയൻ പടന്നക്കാട്, K കനകരാജ്, പർവേസ് പടന്നക്കാട്, A അമീർ, N സാമുവൽ, മുഹമ്മദ് കുഞ്ഞി ചേരൂർ തുടങ്ങിയവർ സംസാരിച്ചു. KSMA കാഞ്ഞങ്ങാട് മേഖല 2ആയി വിഭജിച്ച തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡന്റായി CH ഹനീഫയും സെക്രട്ടറിയായി MV കൃഷ്ണനും ട്രഷററായി വേലുസ്വാമി തൃക്കരിപ്പൂരിനെയും തിരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റായി K കുര്യനെയും സെക്രട്ടറിയായി P മനുപ്രകാശിനെയും ട്രഷററായി V തങ്കമുത്തുവിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ശ്രുതിലയ സംഗീത കൂട്ടായ്മ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ കൈതപ്രം വിശ്വനാഥൻ അനുസ്മരണം വിശ്വനാഥം എന്ന പേരിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങ് സന്തോഷ് മാട കൈതപ്രം ഉദ്ഘാടനം ചെയ്തു.
പ്രിയങ്കരനായ കലാകാരന് ശ്രുതിലയ സംഗീത കൂട്ടായ്മ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വച്ചാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാഡ കൈതപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ എം രാജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേണു തപസ്യ, സുധീർ മാവില, രമേശൻ പെരിന്തട്ട തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം മുനമ്പത്ത് ഗോവിന്ദൻ നഗറിൽ നടന്നു. CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുക, ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ പാസാക്കി ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. ഡോക്ടർ VPP മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു തീരുമാനം എടുക്കണം. ദേശാഭിമാനി വാങ്ങിച്ചാൽ പോരാ, ദേശാഭിമാനി ജനറൽ വർക്കേഴ്സ് യൂണിയൻ അത് ദേശാഭിമാനി വാങ്ങിക്കുന്നുണ്ടാവും, തീരുമാനിച്ചു. പക്ഷെ വാങ്ങിച്ചാൽ പോരാ, എന്തുകൂടി വേണം, വായിക്കില്ല. അക്ഷരത്തെ ഡിസൈൻ മാത്രം കുഞ്ഞിനെ വായിക്കേണ്ടതാണ്, നമ്മളും കൂടി വായിക്കണം. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടാൻ 2-3 ആഴ്ചയല്ലേ ദേശാഭിമാനിക്ക് 2-3 ദിവസമായിട്ട് അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. 10 മണിക്കൂറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മണിക്കൂറാണ്. അത് ഒരു നാരായണമൂർത്തിയുടെ പെട്ടെന്നുള്ള തോന്നലിൽ വരുന്ന ഒരു പ്രഖ്യാപനമല്ല. ഇതിന്റെ തൊട്ടു മുമ്പായി CITU തന്നെ നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 4-5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിലെ ക്യാമ്പയിനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? മോഡി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നുള്ളതാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളാണ് രാജ്യത്തെ 4 ലേബർ കോഡുകൾ. ചടങ്ങിൽ MV മോഹനൻ അധ്യക്ഷത വഹിച്ചു. VV തമ്പാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ബാലകൃഷ്ണൻ, മാധവൻ മണിയറ, കൈനി കുഞ്ഞിക്കണ്ണൻ, ആൽബർട്ട്, MPV ജാനകി, PB ഷീബ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. MV മോഹനനെ പ്രസിഡന്റായും VV തമ്പാനെ സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. MRS ലൈവ് ബേക്ക് ഫാക്ടറിയിലെ കേക്കുകളിൽ ഏവർക്കും പ്രിയപ്പെട്ടതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾ. പുതുവത്സരാഘോഷങ്ങൾക്കായി നാടൊരുങ്ങുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളുമായി പയ്യന്നൂർ കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. ചെറി ഫില്ലിങ്ങുകൾ, ടോപ്പിംഗുകൾ എന്നിവ അടങ്ങിയ ലെയർ കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഈ കേക്കിന്റെ ഉത്ഭവം ജർമ്മനിയിലാണ്. സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ക്രീം, ചെറി എന്നിവ ഉപയോഗിച്ച് സാൻഡ്വിച്ച് ചെയ്ത ചോക്ലേറ്റ് സ്പോഞ്ചിന്റെ നിരവധി പാളികൾ അടങ്ങിയിരിക്കുന്നു. ഇത് അധിക ക്രീം, മരാഷിനോ ചെറികൾ, ചോക്ലേറ്റ് ഷേവിങ്ങുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മിൽക്ക് മെയ്ഡ്, സ്ട്രോബെറി ക്രഷ്, ചോക്കോ ചിപ്പ് എന്നിവയുടെ ഫില്ലിങ്ങോടുകൂടിയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പ്രേമികളുടെ ഇഷ്ടവിഭവമാണ്. പയ്യന്നൂർ കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ പുതുവത്സര ആഘോഷങ്ങൾക്കായി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളടക്കം കേക്കുകളുടെ വൈവിധ്യങ്ങൾ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒയോളം നാരായണൻ മാസ്റ്ററുടെ ആദ്യ കവിതാ സമാഹാരം കലമ്പിന്റെ പ്രകാശനം ചീമേനി ചെമ്പ്രകാനത്ത് നടന്നു. പ്രശസ്ത കഥാകൃത്തും കവിയുമായ PV ഷാജികുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ ഒയോളം നാരായണൻ മാസ്റ്ററുടെ ആദ്യ കവിതാ സമാഹാരമായ കലമ്പിന്റെ പ്രകാശനം ചീമേനി ചെമ്പ്രകാനത്ത് നടന്നു. പ്രമുഖ കഥാകൃത്തും മരണവംശം നോവലിന്റെ രചയിതാവുമായ PV ഷാജികുമാർ കലമ്പിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. എനിക്ക് കുട്ടികളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം കുട്ടികളെ പോലെ വില്ലന്മാരായിട്ടുള്ള ഒരു ആളുകൾ വേറെ ഇല്ല. കാരണം അവരെ സംസാരിച്ച് നിൽക്കരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ മാഷോട് ഭയങ്കരമായിട്ട് ഒഴി കഴിവ് പറഞ്ഞു, പറ്റില്ല പക്ഷേ ഞാൻ വരില്ല.
പക്ഷെ മാഷി ഒരു വടിയെടുത്ത് കുട്ടികളോട് ആജ്ഞാപിക്കുന്ന പോലെ നീ വന്നേ തീരൂ എന്ന് പറയുകയും അങ്ങനെ മാഷിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ GP സ്കൂൾ കാഞ്ഞപ്പുറമില്ല, എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ സ്കൂളിൽ പോവുകയും ആ കുട്ടികളുടെ എന്തെല്ലോ ബഗിഡ് സംസാരിക്കുകയും ആ കുട്ടികളൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്നാണ് മാഷ് പറയുന്നത്. എനിക്കത് പൂർണ്ണ ബോധ്യമില്ല. അങ്ങനെ തിരിച്ചു വരികയും ചെയ്തു. അന്നാണ് ഞാൻ മാഷെ ആദ്യമായി കാണുന്നത്. എഴുത്തുകാരനും കാസർഗോഡ് ഡയറ്റ് ലെക്ചററുമായ വിനോദ് കുമാർ കുട്ടമത്ത് പുസ്തകം ഏറ്റുവാങ്ങി. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. പുസ്തക പ്രകാശനത്തിന്റെ സംഘാടകരായ ചമ്പ്രഗാനം അക്ഷരവായനശാല ഗ്രന്ഥാലയത്തിലേക്കുള്ള പുസ്തകത്തിന്റെ കോപ്പി ലൈബ്രറിയൻ ദിവ്യ വിനോദിന് കൈമാറിക്കൊണ്ട് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P. വേണുഗോപാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുസ്തകം പ്രസിദ്ധീകരിച്ച കാഞ്ഞങ്ങാട് പത്മശ്രീ KS കുഞ്ഞിരാമൻ, വിനോദ് ആലന്തട്ട, AM ബാലകൃഷ്ണൻ, PS സുരേഷ്, മോഹനൻ PV, KM കുഞ്ഞിക്കണ്ണൻ, K തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗീതാഞ്ജലി ഒരു സംഗീത തീർത്ഥയാത്രാ പരിപാടി സംഘടിപ്പിച്ചു. സന്തോഷ് ഖാന അവതരണം നടത്തി. കരിവെള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗീതാഞ്ജലി ഒരു സംഗീതയാത്ര അവതരണം നടന്നു. കരിവെള്ളൂർ സ്വദേശിയായ അധ്യാപകൻ സന്തോഷ് ഖാനയുടെ ആവിഷ്കാരമാണ് ഗീതാഞ്ജലി ഒരു സംഗീതയാത്ര എന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയെ ആസ്പദമാക്കിയാണ് സ്വതന്ത്ര ആവിഷ്കാരം സന്തോഷ് ഖാന നടത്തിയത്. നമ്മൾ നദിയിലേക്ക് പോകണം. ഹൗറയിൽ നിന്ന് ഇപ്പോൾ കൽക്കത്തയിൽ എത്തുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിശാസ്ത്രജ്ഞർ, ഹൂഗ്ലി നദി, ഗംഗാ നദി ഹൂഗ്ലി നദിയാണ് കൽക്കത്തയുടെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗത്ത്, അതായത് ഈ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവരെത്തുന്നത് ഹൗറ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷെ ബംഗാളിൽ പോയാൽ ഹൗഡ എന്ന് പറയണം. ഹൗഡ റായിന് അവർ ഡാ എന്നാണ് ഉച്ചരിക്കുന്നത്. ഹൗഡയിലാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ അവിടെയുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹൗറ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൽക്കത്തയിലേക്ക് പോകണം. കൽക്കത്ത അപ്പുറത്താണ്. കൽക്കത്തയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് സിയാൽദ എന്ന് പറയുന്നത്. സിയാൽദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ട്രെയിനുകളെല്ലാം കൂടുതലും നോർത്ത് ബംഗാളിലേക്ക് പോകുന്നതാണ്. മുർഷിദാബാദ്, നദിയ, ഡാർജിലിംഗ് അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. ചടങ്ങിൽ NK വാസുദേവൻ, അമ്പൂഞ്ഞി മാസ്റ്റർ, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രോഗികൾക്ക് ആശ്വാസമായി കരിവെള്ളൂരിൽ മെഡിക്കൽ എക്യുപ്മെന്റ് ബാങ്ക് പ്രവർത്തനം തുടങ്ങി. ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കും. കിടപ്പ് രോഗികൾക്ക് ഇനി സ്വന്തമായി സഹായ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. കരിവെള്ളൂരിലെ പുണ്യം RCCയെ സമീപിച്ചാൽ മതി. ഇവിടെ നിന്ന് സൗജന്യമായി ലഭിക്കും. ഉപയോഗം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കണമെന്ന് മാത്രം. മെഡിക്കൽ എക്യുപ്മെന്റ് ബാങ്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുദീപ് നിർവഹിച്ചു. 2019 കേരള ഗവൺമെന്റ് പരിപൂർണമായി ഏറ്റെടുത്ത, മുമ്പ് സഹകരണ മേഖലയിലുണ്ടായിരുന്ന ഒരു മെഡിക്കൽ കോളേജിനെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ സൂപ്രണ്ട് എന്ന നിലക്ക് കഴിഞ്ഞ ഏകദേശം 5 വർഷത്തോളമായി അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരാളെന്ന നിലക്ക് കോവിഡ് പോലെയുള്ള വലിയ ഒരു പ്രതിസന്ധി വളരെ സംസ്ഥാനത്തിന് മുതിർന്ന മാതൃകയായ രീതിയിൽ നേരിടാൻ മുന്നിട്ട് നിന്ന സംസ്ഥാനത്തെ 5 മെഡിക്കൽ കോളേജ്, 5 ആരോഗ്യ സ്ഥാപനങ്ങളാണ് ആദ്യം കോവിഡ് ആശുപത്രികളായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതിലൊന്ന് കേരളത്തെ കണ്ണൂർ ഗവൺമെന്റ് കോളേജ്. അത് കോവിഡിനെ പറ്റിയുള്ള സൂചിപ്പിക്കാൻ കാരണം, കോവിഡ് ആകട്ടെ അല്ലെങ്കിൽ പ്രളയമാകട്ടെ, ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ നമ്മുടെ ആതുര ശുശ്രൂഷ മേഖലയിലോ അല്ലെങ്കിൽ പൊതു രംഗത്തോ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ഒത്തൊരുമിച്ച് നേരിടാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ചടങ്ങിൽ KT സുധീഷ് അധ്യക്ഷത വഹിച്ചു. EP ശശിധരൻ മാസ്റ്റർ, P കുഞ്ഞമ്പു, KBR കണ്ണൻ, A ഗംഗാധരൻ, P സുരേഷ്, പവിത്രൻ K, സജിന ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
പയ്യന്നൂർ മടത്തുംപടി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ മടത്തുംപടി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ മണിയറ ചന്ദ്രൻ, KU വിജയകുമാർ, U ലൗജ, ഡോക്ടർ VC രവീന്ദ്രൻ, K പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ വനിതാവേദിയുടെ ഫ്യൂഷൻ തിരുവാതിരയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാരേജ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയൻ ജില്ലാ സംസ്ഥാന സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. KU വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അസംഘടിതരായി വിഘടിച്ചു നിന്ന വിവാഹ ഏജന്റുമാരും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും മറ്റ് വിവിധ കമ്മീഷൻ വ്യവസ്ഥ ചെയ്ത് ഉപജീവനം നടത്തുന്നവരുമായ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിച്ചുകൊണ്ടാണ് മാരേജ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയൻ എന്ന പ്രസ്ഥാനമായി വളർന്നത്. 3ാം പൊതുസമ്മേളനം പയ്യന്നൂർ ക്ഷീരോത്പാദക സഹകരണ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വച്ചു നടന്നു. KP വിനോദ് പാടിച്ചാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KU വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും അസംഘടിതരായ ഒരുപാട് ഉടമകളുടെ ഒരു പ്രസ്ഥാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ബ്രോക്കർമാരും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഉടമകളൊക്കെ ഇത്തരം ഏജന്റുമാരെ തികച്ചും പകർക്കാതെ അവർക്കൊരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. KC രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വച്ച് ഗംഗൻ ITA അനുമോദിച്ചു. ഷാജി MJ പാടിച്ചാൽ, രമേശൻ T, ഗംഗാധരൻ കുറ്റിക്കോൾ, TK അശോകൻ, രമാദേവി പരിയാരം, ശകുന്തള ബേബി, നാരായണൻ മയ്യിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂട്യൂബിൽ റിലീസ് ചെയ്ത അയ്യപ്പ ഭക്തിഗാന ആൽബം ശബരി ശരണം ശ്രദ്ധേയമാകുന്നു. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ആൽബത്തിന് ഇതിനകം തന്നെ നിരവധി പേർ കാഴ്ചക്കാരായി. ഭക്തിസാന്ദ്രമായ വരികളും ആലാപന മികവും ചേർന്ന അയ്യപ്പ ഭക്തിഗാന ആൽബം ശബരീശ ശരണം ശ്രദ്ധേയമാകുന്നു. കോടി ബ്രഹ്മാണ്ഡ ചൈതന്യമാ സ്വാമിയേ അയ്യപ്പ സ്വാമിയേ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ റിലീസ് ചെയ്ത ആൽബത്തിന് ഇതിനകം നിരവധി പേർ കാഴ്ചക്കാരായി. ശാന്ത അരവിന്ദ് കരിവെള്ളൂർ രചന നിർവഹിച്ച ആൽബത്തിന്റെ സംഗീതവും നിർമ്മാണവും വിജയൻ കണ്ണൂരാണ് നിർവഹിച്ചിരിക്കുന്നത്. ദിനേശ് കണ്ണൻ ആലപിച്ച ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷനും സംവിധാനവും ജോൺസൺ പുഞ്ചക്കാട് നിർവഹിച്ചു. സുനിൽ കുപ്പോൾ ക്യാമറ എഡിറ്റിംഗും കൈകാര്യം ചെയ്തു. K വിശ്വനാഥൻ, പാർവതി അമ്മ, സുവർണ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. സർഗം മ്യൂസിക്കിലാണ് ഗാനം റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഗാനം വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ട്. അത് യൂട്യൂബിൽ കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂരിലെ സർഗം മ്യൂസിക്സ് ആണ്. ഇപ്പോൾ തന്നെ ആയിരങ്ങൾ അത് കണ്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. അത്രയും വീണ്ടും വീണ്ടും ആൾക്കാർ അത് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ശരിയായ വിവരണങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ആ ഗാനത്തിന് ഓർക്കസ്ട്രേഷനും അതുപോലെ തന്നെ അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ സംവിധാനവും ചെയ്യാൻ പറ്റിയതും ഏറെ ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം അത്ര നല്ലൊരു പാട്ടാണിത് ഈ പ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ക്യാമറ വഹിച്ചത് നമ്മുടെ സുനിൽ കുപ്പോൾ. ഇപ്പോൾ വൈറലായ സുനിൽ തന്നെയാണ്. കാരണം സുനിലിൻ്റെ ഒരു പാട്ട് ഇപ്പം പാട്ടല്ല, യുവജനോത്സവത്തിൻ്റെ ഒരു കാര്യം വൈറലായിട്ട് വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. IRPC കരിവെള്ളൂർ സൗത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. IRPC കരിവെള്ളൂർ സൗത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചു. ഓണക്കുന്ന് AKG മന്ദിരം ഹാളിലാണ് സംഗമം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ലോക്കലിൽ നിന്നും 3 വളണ്ടിയേഴ്സിനെ പ്രത്യേകം പരിചരണത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്കിപ്പോൾ സൗത്ത് നേതൃത്വത്തിൽ തന്നെ IRPCയുടെ പ്രവർത്തനം നോക്കി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചത് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇപ്പോൾ മാലിന്യമുക്ത കേരളം, അതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ,
ഇങ്ങനെ 2 അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പഞ്ചായത്ത്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾക്കാണ് സർക്കാർ കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും മാതൃകാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജില്ലയിൽ IRPCയുടെ പ്രവർത്തനം. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റികളടക്കമുള്ള കോർപ്പറേഷനുകളടക്കമുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, പ്രാഥമിക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ 1141ഓളം പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. AK ഗിരീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV ലക്ഷ്മണൻ നായർ, E കരുണാകരൻ, രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. K ഉഷ പാലിയേറ്റീവ് ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സ്ഥലം സന്ദർശിച്ചു. കണ്ണൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി രാത്രികാല ആരോഗ്യ പരിശോധന നടത്തി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ കമ്പനികളിലെ തൊഴിലാളികളെയാണ് പരിശോധിച്ച് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയത്. ജില്ലാ മിസ്റ്റ് ടീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുൽ തൊഴിലാളികളെ പരിശോധിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഏഴിമല AKG സ്മാരക കലാകായിക വേദി, ഏഴിമല സ്നേഹക്കൂട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആദരസന്ധ്യ ക്രിസ്തുമസ് പുതുവത്സര സ്നേഹസംഗമം സംഘടിപ്പിച്ചു. TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏഴിമല AKG സ്മാരക കലാകായിക വേദി, ഏഴിമല സ്നേഹക്കൂട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആദരസന്ധ്യ ക്രിസ്തുമസ് പുതുവത്സര സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏഴിമല ലൂർദുമാത തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജസ്റ്റിൻ എടത്തിൽ ചടങ്ങിൽ ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി. ഓർമ്മകളുടെ കനൽത്താരകളിലൂടെ എന്ന പരിപാടിക്ക് ഡോക്ടർ ചാൾസൺ ഏഴിമല നേതൃത്വം നൽകി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ സുമതി CM, V പ്രമോദ്, ഷിജോ CD, PJ മിനി, നിഖിലേഷ്, റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മൈക്കിൾ പുഞ്ചക്കാട്, ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പുഴ, കടൽ, കായൽ എന്നീ വിവിധ മാധ്യമങ്ങളിലൂടെ 40 കിലോമീറ്റർ നീന്തൽയജ്ഞത്തിൽ പങ്കെടുത്തവർ, കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി BA സംസ്കൃത പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സിയ മേരി, വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്തെ മികവാർന്ന ഇടപെടലുകൾക്ക് ഷാജോൺ സുമേഷ്, കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവ വിജയി ആഷ്ലിൻ മരിയ, അർച്ചന ഗ്രേഷ്യസ്, ആരാധ്യ ഗ്രേഷ്യസ്, തുല്യതാ പരീക്ഷയിലെ SSLC വിജയി രാധാകൃഷ്ണൻ CM, ഏഴിമല മത്സ്യത്തൊഴിലാളി കുടിവെള്ള പദ്ധതിയുടെ ഭാരവാഹികളായ സുനിൽ, ഗ്രേഷ്യസ് തുടങ്ങിയവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ വച്ച് നടന്നു. ചടങ്ങിന്റെ ഭാഗമായി നടന്ന സംഗീത സായാഹ്നം പരിപാടിക്ക് മൈക്കിൾ പുഞ്ചക്കാട്, പ്രിൻസ് രാജ് മൈക്കിൾ, ജയരാജ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ അശ്വന്ത് ചന്ദ്രശേഖരന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കായി കാലിഫോർണിയയിലെ മലയാളി കൂട്ടായ്മയായ മോഹം ഫൗണ്ടേഷൻ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നൽകിയ ധനസഹായം പിലാത്തറ ഹോപ്പ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ കൈമാറി. അശ്വന്തിന്റെ പിതാവ് M ചന്ദ്രശേഖരന് M വിജൻ MLA ചെക്ക് കൈമാറി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ കുഴിക്കാട് മണിയാടൻ വീട്ടിൽ ചന്ദ്രശേഖരന്റെ മകൻ അശ്വന്തിന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരം കാലിഫോർണിയയിലെ മലയാളി കൂട്ടായ്മയായ മോഹം ഫൗണ്ടേഷൻ നൽകുന്ന 4,14,000 രൂപയുടെ ചെക്ക് പിലാത്ര ഹോപ്പ് വില്ലേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൈമാറി. അശ്വന്തിന്റെ പിതാവ് M ചന്ദ്രശേഖരന് M വിജിൻ MLA ചെക്ക് കൈമാറി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ, E കുഞ്ഞിരാമൻ, ഷാഹുൽ ഹമീദ, M വിജയൻ, ദേവകി ടീച്ചർ, ഷരിൽ KP, ജാക്ലിൻ ബിന്ന സ്റ്റാൻലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവർ കൗവായി കായൽ കടക്കാൻ ഒരു പാലത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെ കാലം. ഇപ്പോൾ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കടവിൽ നിന്ന് രാമന്തളി 2 തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 5 വർഷമായി കാത്തിരിക്കുകയാണിവർ. ഫീസ് മാതമംഗലം ഏർപ്പെടുത്തിയ 9ാമത് കേസരി നായനാർ പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്ക് സിനിമാ സംവിധായകൻ കമൽ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു.
മസ്തിഷ്ക സംബന്ധിയായ അസുഖം ബാധിച്ചു ചികിത്സയിലുള്ള 10 വയസ്സുകാരനെ സഹായിക്കാൻ വാഴകൃഷിയുടെ വിളവെടുത്ത് മാതമംഗലം കൂട്ടായ്മ. മാതമംഗലം പെരിന്തട്ടയിലെ അയാൻ രഘുവിന്റെ ചികിത്സയ്ക്കായാണ് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒത്തുചേർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവർ